KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നേതൃത്വം ചർച്ച തുടങ്ങി. പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റുമാണ് നേതാക്കളുമായി സംസാരിക്കുക. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വീതം വയ്പ് ഉണ്ടാകില്ല. ഈ മാസം തന്നെ പുനഃസംഘടന പൂർത്തിയാക്കാനാണ് തീരുമാനം. ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഒരു പ്രശ്നങ്ങളില്ലാതെ പരാതികളില്ലാതെ പുനഃസംഘടന പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണോ നേതൃത്വം പോകുന്നത്? അനുജ, തീർച്ചയായും വിവാദരഹിതമായി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വിവാദരഹിതമായി പുനഃസംഘടന പ്രക്രിയ പൂർത്തിയാക്കണമെന്ന ധാരണയാണ് പുതിയ നേതാക്കൾക്കിടയിലുള്ളത്. ഹൈക്കമാൻഡുമായുള്ള ചർച്ചയ്ക്ക് ശേഷം കേരളത്തിൽ മടങ്ങിയെത്തിയ പുതിയ നേതൃത്വം ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ആശയവിനിമയങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഇക്കാര്യത്തിൽ പ്രധാനമായും നേതാക്കളോട് സംസാരിക്കുന്നത്. ഗ്രൂപ്പ് നേതാക്കളുമായി സംസാരിക്കുന്നുണ്ടെങ്കിലും ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള വീതം വയ്പ് ഇത്തവണത്തെ പുനഃസംഘടനയിൽ ഉണ്ടാകില്ല എന്ന സന്ദേശം ഹൈക്കമാൻഡ് നൽകിക്കഴിഞ്ഞു. എന്നാൽ ഗ്രൂപ്പുകൾ നേതാക്കന്മാരുടെയും മറ്റും പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെയുമായി സംസാരിച്ച് അവരുടെ താല്പര്യങ്ങൾ കൂടി മനസ്സിലാക്കുകയാണ് ഈ ആശയവിനിമയത്തിന്റെ ലക്ഷ്യം. പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും സണ്ണി ജോസഫും ഇക്കാര്യത്തിൽ ആശയവിനിമയം തുടങ്ങിക്കഴിഞ്ഞു. ഈ മാസം തന്നെ പുനഃസംഘടന പൂർത്തിയാക്കണമെന്ന ലക്ഷ്യമാണ് ഉള്ളത്. എന്നാൽ ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ഒരു തുറന്ന ചർച്ചയ്ക്ക് KPCC നേതൃത്വം ഇല്ല. കാരണം ഒരു തുറന്ന ചർച്ച ഈ നേതൃമാറ്റം പോലെ ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള നേതൃമാറ്റം പോലെ മാധ്യമങ്ങളൊരു സ്ഥിരം ചർച്ചാ വിഷയവും വിവാദങ്ങളുമൊക്കെ ആയി മാറ്റാൻ KPCC നേതൃത്വം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ ഒരു ആഭ്യന്തര വിഷയം എന്ന നിലയ്ക്ക് ഇതിനെ കൈകാര്യം ചെയ്യണമെന്ന ധാരണയാണ് പുതിയ നേതാക്കൾക്കിടയിലുള്ളത്. അതുകൊണ്ടാണ് ഒരു തുറന്ന ചർച്ച ഇല്ലാത്തത്. എന്തായാലും ഈ മാസം തന്നെ പുനഃസംഘടന പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇതിനിടയ്ക്ക് രമേശ് ചെന്നിത്തലയും ഒപ്പം തന്നെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും വിദേശ പര്യടനത്തിന് പോകുന്നുണ്ട്. എന്തായാലും അവർ മടങ്ങിയെത്തുന്നത് മെയ് 25 അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ടൊരു അന്തിമ തീരുമാനം ഉണ്ടാകും. അതിനു മുമ്പ് ഈ ആശയവിനിമയങ്ങൾ പൂർത്തിയാക്കുകയാണ് നേതാക്കളുടെ ലക്ഷ്യം.